ദേവിടെ ആ മാർക്കില്. ഓക്കേ സർ, മനസ്സിലായി. അവനെല്ലാം അറിയാം. ആരെങ്കിലും അയാളെ ഒന്ന് മാർക്കൊന്ന് കാണിച്ചു കൊടുക്ക. ഓക്കെ ഓക്കെ. നമുക്ക് നോക്കാം. നോക്കിയിട്ട് പോയാൽ മതി. Okay? Okay. Feel the emotion and action. बोल बेटा. It seems you are looking for me. तेरा इरादा बताओ. हम तुम्हारी कैसे मदद कर सकते हैं? എനിക്ക് എവറസ്റ്റ് കയറണം. हाँ. അതിനെന്താ? കയറിക്കോ. എനിക്ക് ഒറ്റയ്ക്കല്ല കയറേണ്ടത്. ഏത് സീസണിലും ഹിമാലയം മുട്ടുമടക്കുന്ന മെഡിക്കൽ റപ്പോ ഫീൽ എവിടെ? Get into it. Sink it. Okay sir. Ready. Action. बोल बेटा. It seems you are looking for me. तेरा इरादा बताओ. हम तुम्हारी कैसे मदद कर सकते हैं? എനിക്ക് എവറസ്റ്റ് കയറണം. Cut. മഞ്ഞിന്റെ അന്തി. നിങ്ങൾ അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞ് നമ്മളെ കൊതമേ കാണത്തുള്ളൂ. പ്രൊഫൈലായിട്ട് നിൽക്ക്. ഓക്കെ സർ. ഓക്കെ. ഉടക്കി കൊടുക്കണേ. ആക്ഷൻ. बोल बेटा. Seems you are looking for me. तेरा इरादा बताओ. हम तुम्हें कैसे मदद कर सकते हैं? എനിക്ക് എവറസ്റ്റ് കയറണം. ഇയാളെന്ന മരമാണ്. ഫീൽ ഇറ്റ്. ഒരു കാര്യം തന്നെ ഡയലോഗ് തുടങ്ങിയാൽ മതി. ആക്ഷൻ. എനിക്ക് എവറസ്റ്റ് കയറണം. ഓപ്പ്. ജയ, ഇയാൾ ഈ ബാലോട്ട് എൻ്റർ ചെയ്യുന്നില്ലേ? ആ ബ്ലോക്ക് വെച്ച് പിടിക്കും. എന്നാലേ ഇയാൾക്ക് ഈ ക്യാരക്ടറിന്റെ അകത്തോട്ട് കയറാനെങ്കിലും പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് സാർ. വൈകുന്നേരം വരെ കൂട്ടട്ടം വർക്കില്ല. അത് വെറുതെ ഇരിക്കേണ്ടി വരും. നിവൃത്തിയില്ല ജയൻ. ഞാൻ പറഞ്ഞോ സോറിടാ. Set up! It's okay, da. These things happen. ജയ, എന്തോ അയാളുടെ എന്റെ പുറകെ വരണ്ടെന്ന് പറ. ഞാൻ ആകെ വട്ടളകി നിൽക്കണം. എങ്ങോട്ടാ? എനിക്ക് പുള്ളിയോടൊന്ന് സംസാരിക്കണം. ആറ്റം ബോംബിന്റെ മൂട്ടി പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് എല്ലാത്തിനാണോ? What's the problem, young man? എനിക്ക് സംസാരിക്കണം. You tell me. തനിക്ക് എന്താ അറിയേണ്ടത്? എന്താ സാർ ഞാൻ ചെയ്തതിൽ പ്രശ്നം? പ്രശ്നോ? You bloody don't get it? എടോ, ഒരു മകൻ ലൈഫിൽ ആദ്യമായിട്ട് അവന്റെ അച്ഛനെ കാണും. വർഷങ്ങളായി ഉള്ളിൽ കൊണ്ടു നടക്കുന്ന അമർഷം, വേദന, ഇതെല്ലാം പുകഞ്ഞ് കത്തുകൊണ്ടൊരു മൊമെന്റ്. അവിടെ ഈ മരപ്പാട് വന്ന് പറയാം, എനിക്ക് മല കയറണം. മലയല്ല, കൊല. ഞാനിങ്ങനെ ഒന്നല്ല പറഞ്ഞത്. എന്റെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എനിക്കത് ഓക്കെ ആയിരുന്നു. എനിക്ക് ഓക്കെ അല്ല. ഇത് എന്റെ സിനിമയാണ്. ഞാനാണ് ഒരു ഡയറക്ടർ. ഞാൻ തീരുമാനിക്കും ഇവിടെ എന്താ ശരിയെന്ന്. അധിക പ്രസംഗി. Get out! Get out! Get out! Get out! എത്ര പറഞ്ഞിട്ടുണ്ട്? നമുക്ക് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള പടങ്ങൾ മതി. ഇമാതിരി കോണതല പരിപാടി ഇനി വേണ്ട. ഒരു ആക്ടറിനെ കംഫർട്ടബിൾ ആക്കി നിർത്താൻ പറ്റാത്ത ഇയാൾക്ക് എവിടത്തെ ഡയറക്ടറാണ്? ഞാനൊന്ന് ജന്മിയ ഒരുമാതിരി ഫ്യൂഡൽ സെറ്റപ്പ്. അതൊക്കെ പണ്ട്
സിനിമ മാറി. ആരെങ്കിലും പറഞ്ഞു കൊടുക്ക്. കുറെ പ്രായമല്ലോ ബോസിനായിട്ട് വെക്കാൻ. വയ്യാത്ത പണികൾ കണ്ട് വീട്ടിലെല്ലാം പോയിരുന്നോളെ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ കുറെ കിഴവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. കേട്ടോ എന്റെ ചക്കാണെങ്കിൽ ഞാനിപ്പോ ഫോൺ എടുക്കണ്ട. എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പ്രോബ്ലംസ് മാറ്റർ ആണ്. ഞാനേ നമ്മുടെ ഫാൻസ് പിള്ളേരെ ഓൺലൈൻ പിള്ളേരും സെറ്റ് ആക്കട്ടെ. അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തു, അപ്പൊ ഞാൻ തിരിച്ച് തട്ടിക്കറി. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. എന്നോട് അല്ലേ? അയ്യോ മോനെ, പണി പാടില്ല. നോക്കി. കാലിക്കറി എവിടെയാണോ ഇപ്പൊ തന്നെ വന്നു? താനാ ഫോൺ എടുത്ത് മാറ്റി വെച്ചേ. മൈ ഗോഡ്, 1 മില്യൺ വ്യൂസ്. 1 മില്യനാ? അതൊരു അതിശോക്തിയാണല്ലോ അല്ലേ? ശരിയാണ്, 10,000 വ്യൂസ് ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇത് 1 മില്യൺ ആവും. നീ ആവട്ടെ, നോക്കിക്കോ. എന്നിട്ട് പറ. നീ നോക്കിക്കോ, വരും. ഇനി എന്തെങ്കിലും മിണ്ടിയെ തന്നെ എടുത്ത് പുറത്തറിയും. നിർത്തിക്കേ, വണ്ടി നിർത്തിക്കേ, വണ്ടി നിർത്ത. നീ ഇപ്പൊ എടുത്തെറിഞ്ഞ ആരുടെ ഫോണെന്നറിയോ? ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം കോൾ വരുന്ന ഫോണാണത്. ചേട്ടാ, ആത്മസംയമനം കൈവരിച്ചെങ്കിൽ വണ്ടി ഞാൻ ഓടിക്കട്ടാ. അയ്യോ, പോവാം. All set? Let's go. ഓക്കെ. Hey Siri, play music. സിരിയെ, ഉണ്ടായിരുന്നേ. എടോ, what's next? No phones, no calls, no cinema. Just booze, dance, കുന്തളിപ്പ്, കലാപരിപാടികൾ and finally blackout. എന്റെടോ, ഇതൊക്കെ എങ്ങനെ നടപടിയാവാനാണ്? എടോ, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല ഉടനെ ഒന്നും. മാത്രമല്ല, നമുക്ക് ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടതല്ലേ? അതൊക്കെ തന്റെ തലവേദന. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഞാൻ അതിനെ പറ്റി സംസാരിക്കണം. നാട് വിടണം. ഒന്ന് കടൽ കടന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും എല്ലാം ശരിയാ. കടല അല്ല, ഏതാ രാജ്യം? ഹബീബി, ലെറ്റ്സ് ഗോ ദുബായ്. കേട്ടടി. നീ ബേജാറക്കണ്ട് ബാ അടുത്ത ഫ്ലൈറ്റില് ഒന്നും നോക്കണ്ട, നമുക്കിടെ മജ്ജനം മജ്ജാക്ക. യു കെ നമ്മുടെ 4 ഫ്രണ്ട്സ് വരുന്നുണ്ട്. 6 മാസത്തിന് പണി പിടിക്കണ്ട, കൊൽസാക്കാം നമുക്ക് ദുബായില്. ഡേവിഡ് ചങ്ങായി വരെ വരുന്നുണ്ടോ നാട്ടിൽ? കുറച്ചാൾക്ക് ഒരു പണിയും വെച്ചാ. അതിന് നമുക്ക് പണിയൊന്നും ഇല്ല.